ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള മാറ്റം. അതായത് നിങ്ങളുടെ വിധി ഒന്ന് മാറാൻ പോവാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ പുതിയൊരു ചാപ്റ്റർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഈ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഈ റീഡിംഗ് നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം നന്നായി റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഏറ്റവും നല്ല ഒരു റീഡിംഗ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ടൈംലെസ് ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവാതെ ഇരിക്കാം. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും നിങ്ങൾ റെസണേറ്റ് ആക്കാൻ ശ്രമിക്കാതിരിക്കുക. കാര്യം ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. സോ ഞാൻ ഒരു യൂണിവേഴ്സൽ മെസ്സേജ് പാസ് ചെയ്യുന്ന മീഡിയേറ്റർ മാത്രമാണ്. എനിക്ക് എന്താണോ ഈ റീഡിങ്ങിൽ നിന്ന് മെസ്സേജ് കിട്ടുന്നത് അത് മാത്രമേ ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യുകയുള്ളൂ. ഒരിക്കലും എൻ്റെ എക്സ്പീരിയൻസോ എൻ്റെ താല്പര്യങ്ങളോ ഞാൻ ഈ റീഡിങ്ങിൽ ഉൾപ്പെടുത്തില്ല. പേഴ്സണൽ റീഡിങ്ങിൽ വരുന്നവരോടും പറയാൻ അത്ര മാത്രമേ ഉള്ളൂ. എന്താണോ എനിക്ക് പ്രപഞ്ചം പറഞ്ഞു തരുന്ന ഉത്തരം അത് മാത്രമേ ഞാൻ കൺവേ ചെയ്യുകയുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്കത് ചിലപ്പോൾ ഫേവറബിൾ ആകാതെ ഇരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ്. അപ്പോൾ ഒരിക്കലും നമുക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാനുള്ള ഒരു കാര്യമല്ല ടാരോ റീഡിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ബി പ്രിപ്പയർഡ്. ഞാനൊരു റീഡ് എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ വാട്ട്സ് യുവർ കറൻറ്റ് എനർജി? നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഓക്കെ, വാട്ട് ഈസ് ഷിഫ്റ്റിംഗ് ഇൻ യുവർ ഡെസ്റ്റിനി? എന്താണ് നിങ്ങളുടെ വിധിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം? യെസ്. വാട്ട് ഓൾഡ് ചാപ്റ്റേഴ്സ് എൻഡിങ്? എന്താണ് ചില പഴയ ചാപ്റ്ററുകൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്? ഓക്കെ. വാട്ട് ന്യൂ ചാപ്റ്റേഴ്സ് ബിഗിനിങ്? എന്താണ് പുതിയതായി വരുന്ന ചാപ്റ്റർ? ഓക്കെ. ഹിഡൻ ഫോഴ്സസ് ഗൈഡിങ് യു? ചില ഹിഡൻ ഫോഴ്സസ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദ ലെസൺസ് ടു ക്യാരി ഫോർവേഡ്? നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഹൗ ടു അലൈൻ വിത്ത് ദിസ് ട്രാൻസ്ഫർമേഷൻ? നിങ്ങളിവിടെ എടുക്കേണ്ട ആക്ഷൻ ഓർ മൈൻഡ് സെറ്റ് എന്താണ്? ആൻഡ് ദ ഫൈനൽ കാർഡ്, വാട്ട് ഈസ് യുവർ യൂണിവേഴ്സൽ മെസ്സേജ്? ഓക്കെ, വെരി നൈസ്. സോ നമുക്ക് ഈ റീഡിംഗ് കുറച്ചുകൂടി വിശദമായിട്ട് ഒന്ന് നോക്കാം. സോ ടോട്ടലി നോക്കുമ്പോൾ ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള റീഡിംഗ് തന്നെയാണ്. ആൻഡ് നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു കറണ്ട് എനർജി. സോ നിങ്ങൾ ഫൈനലി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ കുറച്ച് സ്ട്രഗിൾസിൽ കൂടെയാണ് ഇവിടെ വരെ എത്തിയത്. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു വർത്ത്, അതായത് നിങ്ങളുടെ ഒരു വാല്യൂ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോവാം എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സോ ആളുകൾ നിങ്ങളുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്ന ആളുകൾ പോലും ഓക്കെ ഇനി ഇവരുടെ കൂടെ നിന്നാൽ കൊള്ളാം, കാരണം ഇവർ എവിടെയെങ്കിലും എത്തും, അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് പ്രൗഡ് ആവാനും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് പ്രൗഡ് ആവാനും തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ കുറച്ച് കാലം മുമ്പ് വരെ വളരെ പ്രശ്നങ്ങളിൽ കൂടി, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തടുത്ത് ഇങ്ങനെ മുന്നേറിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നിങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കാര്യത്തിൽ ഉറച്ചു മുന്നോട്ട് പോകാൻ മേ ബി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കാം, മേ ബി നിങ്ങളുടെ ജോലിയിലെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിമുക്തി നേടിയിട്ടുണ്ടായിരിക്കാം. മേ ബി ഒരു അഡിക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം. നിങ്ങൾ മുന്നോട്ട് പോകാൻ റെഡി ആയിപ്പോൾ നിൽക്കുകയാണ്. അതിൽ നിന്നും കുറേ ബാറ്റിൽ നിങ്ങൾ നേരിട്ടു. എന്നിട്ടിപ്പോൾ നിങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോകാൻ റെഡി എന്നുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ നിൽപ്പുണ്ട്. സോ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾ എന്തായി മാറുന്നു അതിൽ നിങ്ങൾക്ക് പ്രൗഡാകാൻ പറ്റും. നിങ്ങളിൽ തന്നെ ഒരു അഭിമാനം തോന്നാനുള്ള നിമിഷം വരാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. സോ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു സമയം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരുപാട് കൂടിയിട്ടുണ്ട്. നോർമലി ഉള്ളതിനേക്കാളും നിങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.
ഓക്കെ, കാരണം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയിലുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ നിങ്ങളെ മാനസികമായി സന്തോഷിപ്പിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുന്നു. അതൊരു റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചില ജോലിയിൽ നിന്ന് നിങ്ങൾ മാറുന്നുണ്ടായിരിക്കാം. നിങ്ങളെ ഇമോഷണലി ഹാപ്പി ആക്കാതെ ഇരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വളരെ രഹസ്യമായി വെച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം. സോ അതിൽ നിന്ന് നിങ്ങളിപ്പോൾ പുറത്ത് കടക്കണം എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ലൈഫ് പാറ്റേൺ ആയിരിക്കാം. നിങ്ങൾക്ക് യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്, എനിക്കിങ്ങനെ പോയാൽ പോരാ, ഈ ഓൾഡ് ലൈഫ് പാറ്റേൺ എനിക്ക് മാറ്റണം, എനിക്ക് കുറച്ചുകൂടി മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം. സോ ഇങ്ങനെ ഒരു ശൂന്യത ഫീൽ ചെയ്യാതെ മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഈ റിലേഷൻഷിപ്പ് എനിക്ക് വರ್ತല്ല, അല്ലെങ്കിൽ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും എനിക്കതിൻ്റെ ഒരു ഓർഡർ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ട് നിങ്ങൾ ഇവിടുന്ന് പുറത്ത് കിടക്കുന്നതായിരിക്കാം. ഈ ഒരു ജോലിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകാതെ അവിടെ ഇമോഷണലി നിങ്ങൾ കുറേ ബ്രേക്സ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആളുകളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു മൂല്യം ലഭിക്കാതെ ഇരുന്നിട്ടുണ്ടായിരിക്കാം. എനിവേ, നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ട്രൂ കോളിംഗ് നിങ്ങൾക്ക് വന്നെന്ന് പറയാം. അതായത് ഉൾവിളി എന്ന് പറയില്ലേ, ഉൾവിളി, മനസ്സിൻ്റെ ഒരു ഉൾവിളി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോവാൻ റെഡി ആയിട്ടുണ്ട്. സോ അതാണ് നിങ്ങൾക്ക് വരുന്ന ഒരു മേജർ ചേഞ്ച്. നിങ്ങൾ അതിന് റെഡി ആയി എന്നുള്ളതാണ്. ആൻഡ് ഈ ഓൾഡ് വേർഷൻ, നിങ്ങൾ ഈ പഴയ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ പഴയ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്കിനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഓക്കെ, നിങ്ങളെ മറ്റൊരു പാർട്ടിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മറ്റൊരു വഴിയിലേക്ക് യൂണിവേഴ്സ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഇവിടെ ഒന്ന് റിഫ്രഷ് ആവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. സോ നിങ്ങളുടെ ലൈഫിലെ ഒരു ഓൾഡ് ഫേസ് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ഉപേക്ഷിക്കാൻ പോവുകയാണ്. അത് വ്യക്തികളാകാം, സ്ഥലങ്ങളാകാം, ഓർമ്മകളാകാം, ഓക്കെ, ഇമോഷൻസ് ആവാം. നിങ്ങളുടെ വൈകാരികമായ ചില കാര്യങ്ങളായിരിക്കാം, ചില വസ്തുക്കളോടോ വ്യക്തികളോടോ ഉള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം. നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്നു എന്ന് മനസ്സിലാക്കി നിങ്ങളിപ്പോൾ അത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ കംപ്ലീറ്റ്ലി മറന്നു കളയാം എന്നല്ല, നിങ്ങൾ ഹീൽ ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഒരു നൊസ്റ്റാൾജിയ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അതായത് കുറേ കാലമായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ മനസ്സ് നിന്നിട്ടുണ്ടാവുക. ജോലിസ്ഥലത്താണെങ്കിൽ പോലും ചില കാര്യങ്ങളോട് നിങ്ങൾക്കൊരു ഇമോഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സമാധാനമാണ് എനിക്ക് വലുതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് റെഡിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പാസ്റ്റ് കണക്ഷൻ, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ നിങ്ങൾക്കുള്ള ചില മെമ്മറീസ്, ചില വ്യക്തികൾ, അവരോടുള്ള അറ്റാച്ച്മെൻറ്റ്, അതൊക്കെ നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സോ ഇതാണ് നിങ്ങളുടെ ഓൾഡ് ചാപ്റ്റർ എൻഡ് ചെയ്യാൻ പോകുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് വേണ്ടെന്ന് വെക്കാൻ പോവാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോർഗീവ് ചെയ്യണം. പലരോടും, പല സാഹചര്യങ്ങളോടും, പല അനുഭവങ്ങളോടും നിങ്ങൾ ഫോർഗീവ് ചെയ്യേണ്ടി വരും. അതിന് പകരം അതിനോടൊക്കെ ബ്ലെസ്സിങ്സ് അയക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൻ്റെ പുതിയൊരു ചാപ്റ്റർ വരാൻ പോവാണ്. ഈ ചാപ്റ്റർ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ആളുകളും സാഹചര്യങ്ങളും ഒക്കെയാണ് നിങ്ങളെ ഇതിനൊക്കെ പ്രിപ്പയർഡ് ആക്കിയത്, ഇങ്ങനെ തീരുമാനത്തിലൊക്കെ എത്താൻ പ്രിപ്പയർഡ് ആക്കിയത്. ആൻഡ് അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ബ്ലെസ്സിങ്സ് കൊടുക്കുക ആൻഡ് റിലീസ് ഇറ്റ്. ഓക്കെ, അതിലേക്ക് നിങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയൊന്നും വേണ്ട, അത് റിലീസ് ചെയ്ത് കളയുക. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ നിങ്ങളോട് പറയും, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും, നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് ലൈഫിൽ വരാനുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലീവ് ചെയ്യുക, ഫോർഗീവ് ചെയ്യുക ആൻഡ് ബ്ലസ് ദം. ഓക്കെ, ഇനി നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആ പുതിയ ചാപ്റ്റർ എന്താണ്? സോ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു പുതിയ ചാപ്റ്റർ, പുതിയൊരു ബ്ലസ്സിങ് ഓപ്പൺ ആകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ കുറേ കരുണയുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, സ്നേഹം, ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾ സെൽഫ്ലെസ്ലി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾ സെൽഫിഷ് ആയിട്ട് ചിന്തിക്കാതെ ഒരു ലോ ഓഫ് കർമ്മ പോലെ, ഓക്കെ,
നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പോകും. നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പോവാണ്. ഓക്കെ, ഫൈനാൻഷ്യലി നിങ്ങളുടെ സാഹചര്യങ്ങൾ ഇമ്പ്രൂവ്ഡ് ആകാൻ പോവാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഒരു ദരിദ്രാവസ്ഥയിൽ നിന്നൊരു വ്യക്തിയായിരിക്കാം. അതായത് ദരിദ്രാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പണം സമ്പാദിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നീട് ദരിദ്രാവസ്ഥയിലേക്ക് പോവേണ്ടി വന്നു. ഇനി നിങ്ങളുടെ ഒരു ചാപ്റ്റർ മാറുകയാണ്. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് ആളുകളെ സഹായിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് വരുമ്പോൾ നിങ്ങൾ ചെറിയൊരു ഭാഗം അതിൽ ചാരിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ഒരു ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നർത്ഥം. ഓക്കെ, നമുക്ക് കിട്ടുന്നതിൽ കുറച്ച് പാർട്ട് നമ്മൾ സഹായിക്കാൻ കൂടി റെഡിയാവണം. ചാരിറ്റി നിങ്ങളുടെ കുറേ കർമ്മ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചാരിറ്റി. സോ നിങ്ങളൊരു പുതിയൊരു ടൈമിലേക്ക്, അതായത് കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ഒരു ഇക്വാളിറ്റി കൊണ്ടുവരുന്ന പുതിയൊരു ഫേസിലേക്ക്, പുതിയൊരു തുടക്കത്തിലേക്ക്, ലൈഫിൻ്റെ പുതിയൊരു ചാപ്റ്റർ. ഓക്കെ, സന്തോഷമുള്ള, നിങ്ങൾ പീസ്ഫുൾ ആയിരിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫേസിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഹിഡൻ ഫോഴ്സ്? നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ചെറിയ ഹിഡൻ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ചില പേടികളും ആങ്സൈറ്റികളും ഒക്കെ ഉണ്ട്. ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഫേസ് ചെയ്യുക. ഓക്കെ, ചില പേടികൾ ഫേസ് ചെയ്താൽ അന്നേരം തന്നെ അവസാനിക്കും. അത് ഇത്രേ ഉള്ളായിരുന്നു എന്ന് നമ്മൾ ഓർക്കും. ചില വ്യക്തികളോട് മറുപടി പറയാൻ നിങ്ങൾ പേടിക്കുന്നുണ്ടായിരിക്കും. അവർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ പിന്നീട് ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിൽ വിഷമിക്കുന്നുണ്ടാവും. ഓക്കെ, വൺസ് അത് നിങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതൊരു പ്രശ്നമല്ലാതായി മാറും. ഓക്കെ, ഇപ്പോൾ ഉള്ള ഈ ഉറക്കമില്ലാത്ത രാത്രികളും ഓവർ തിങ്കിങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ ഗിൽറ്റ് ഫീലിങ്ങും, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ലൈഫ് കിട്ടി, അല്ലെങ്കിൽ ഈ വ്യക്തികൾ എന്തിനാണ് ജീവിതത്തിലേക്ക് വന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് ജീവിതം തരുന്ന ഒരു പാഠമാണ്. ഓക്കെ, നിങ്ങളെ ടോർച്ചർ ചെയ്യാനായിട്ടല്ല, നിങ്ങളുടെ ജീവിതം തരുന്നൊരു പാഠമാണ്. ഈ ഫിയേഴ്സിനെ നിങ്ങൾ എപ്പോൾ ഫേസ് ചെയ്യാൻ പഠിക്കുന്നോ, നിങ്ങളുടെ പേടികളെ നിങ്ങൾ എപ്പോൾ ഫേസ് ചെയ്യാൻ തുടങ്ങുന്നോ അപ്പോൾ തൊട്ട് അതിന് യാതൊരു എനർജിയും ഇല്ലാതായി മാറും. പിന്നെ നിങ്ങളെ യാതൊരു രീതിയിലും അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ, നിങ്ങൾ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ അത് അവസാനിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനെ കൂടി പേടിക്കരുത്. അതായത് ഇത് അവസാനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് എന്താകും, അല്ലെങ്കിൽ ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ചില ജോലിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് ജോലി ഇല്ലാതെ വന്നു കഴിഞ്ഞ് ഇനി ഞാൻ രക്ഷപ്പെടുമോ, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു ഹയർ പർപ്പസിലേക്കുള്ളൊരു ഡോർ നിങ്ങൾ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ പേടി എന്താണോ അതിനെ ഫേസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചില പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ചില ലെസൺസ് അത് നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നും കിട്ടിയ ചില പാഠങ്ങളാണ്, നമ്മൾ കൊണ്ടുപോയേ പറ്റൂ. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, നർച്ചറിങ് അല്ലെങ്കിൽ ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയും. നിങ്ങൾ ആ ഒരു കാലത്തിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കിനുള്ള റിസൾട്ട് കിട്ടാൻ ചില കാര്യങ്ങൾക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾ വളരെ കാലം മുമ്പ് ചെയ്ത ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. നിങ്ങൾ കുറേ കാലമായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടും അതിന് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടാൻ പോകുന്നൊരു ഫേസ് കൂടിയാണ്. ഓക്കെ, നല്ല കാര്യങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി, നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ കൂടി അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ചില കാര്യങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. സോ ഈ ട്രാൻസ്ഫോർമേഷനുമായിട്ട് നിങ്ങൾ എങ്ങനെ അലൈൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ കൊണ്ടുപോകണം, ഈ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ മൈൻഡ് സെറ്റ് കൊണ്ടുപോകണം. സോ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇമോഷണലി, ഫൈനാൻഷ്യലി, സ്പിരിച്വലി എല്ലാ എനർജിയും നിങ്ങൾ ബാലൻസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ബട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക,
ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടരുത്. എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഒരു ഹാർമണി നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ഈ ഏത് ചോയ്സ് നിങ്ങൾ എടുക്കണം എന്നുള്ളതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് അത്ര വലിയ ടഫ് സ്റ്റേജിലേക്കല്ല നിങ്ങൾ പോകാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഈസി സ്റ്റേജിലേക്കാണ് പോകാൻ പോകുന്നത്. ആൻഡ് നിങ്ങളോട് യൂണിവേഴ്സ് തരുന്ന ഫൈനൽ മെസ്സേജ് നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ഫൈനൽ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു പുതിയ അഡ്വഞ്ചർ, പുതിയൊരു കാലഘട്ടം അതിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടും ജീവിച്ച് തുടങ്ങുകയാണെന്ന് തോന്നും. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ലൈഫില്ല, നിങ്ങളുടെ ജീവിതമില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വീണ്ടും ജീവിച്ച് തുടങ്ങുകയാണെന്ന് തോന്നുന്ന ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ മോട്ടിവേറ്റഡ് ആവും, വളരെ കോൺഫിഡൻ്റ് ആവും, ഏത് റിസ്ക്കും ഏറ്റെടുക്കാൻ റെഡി ആവുന്ന ഒരു എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് പറയുന്നത് പേടിയില്ലാതെ ഫോളോ ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ബ്ലെസ്സിങ്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, വളരെ ആക്റ്റീവായിട്ട് വളരെ എനർജറ്റിക്കലായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ അത് ചേസ് ചെയ്യാൻ യാതൊരു മടിയും കാണിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് വളരെയധികം മുന്നോട്ട് പോകാനുള്ള എനർജി ആ ഒരു വഴിയിലുണ്ട്. സോ ഇതിൻ്റെ ടോട്ടൽ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ചാപ്റ്റർ വരാൻ പോവുകയാണ്. ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ പഴയ ആ ഒരു പാറ്റേണിൽ നിന്നും പഴയ ആ ഒരു ഓൾഡ് ലൈഫിൽ നിന്നും ഒക്കെ മാറി നിങ്ങളുടെ പാസ്റ്റിനെയൊക്കെ ഫോർഗീവ് ചെയ്തുകൊണ്ട്, എപ്പോഴും ഓർക്കുക ഫോർഗീവ് ചെയ്തുകൊണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ പാസ്റ്റിൻ്റെ എനർജി നമ്മളെ വീണ്ടും വലിച്ചിടും. ഓക്കെ, ആൻഡ് ട്രസ്റ്റ്. നിങ്ങളുടെ ആത്മാവിന് അറിയാം നിങ്ങൾക്ക് ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ പോവേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ വിധി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഒരിക്കൽ വിഷമിപ്പിച്ച പലതും നിങ്ങളുടെ വിസ്ഡമാണ്, നിങ്ങളുടെ ജ്ഞാനമാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോവാണ്. ഓക്കെ, നിങ്ങളിനി ഇതുവരെ എങ്ങനെ ഒരു വ്യക്തി ആയിരുന്നോ ആ ഒരു വ്യക്തിയല്ല, നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ പോവുകയാണ്. അത് ആളുകൾ തിരിച്ചറിയുകയും ചെയ്യും. നിങ്ങൾ കൂടുതൽ സ്ട്രോങ്ങർ ആവുകയാണ്, ബുദ്ധിപരമായി നിങ്ങൾ ഉയരുകയാണ്. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. സോ ഇതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് നിങ്ങൾക്കുള്ളത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം.